2 ദിവസം മുൻപ് തന്നെ ബഹളം കൊണ്ട് വീട് നിറഞ്ഞു. കുടുംബക്കാരിൽ പലരും വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വന്നവരുടെ മക്കളൊക്കെയും അകത്തും മുറ്റത്തുമായി ഓടിക്കളിക്കുന്നുണ്ട്. എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലാണ്. എല്ലാ മുഖങ്ങളിലും സന്തോഷം മാത്രം. എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണേണ്ടതും താനല്ലേ? ആ തനിക്ക് ഈ കല്യാണം കൊണ്ട് ഒരിക്കലും സന്തോഷമുണ്ടാവില്ലെന്ന് ഇവരെന്താ മനസ്സിലാക്കാത്തേ? അവൻ്റെ കൂടെ ആയിരുന്നേൽ താൻ എന്തുമാത്രം സന്തോഷിച്ചേനെ. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരുവൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. എപ്പോ മുതലാണ് അവനെ താൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്ന് ഓർമ്മയില്ല. എങ്കിലും അവൻ തൻ്റെ ഹൃദയത്തിലേക്ക് എന്നോ ചേക്കേറിയിരുന്നു. അച്ഛൻ്റെ ബാല്യകാല സുഹൃത്ത് മഹാദേവൻ അങ്കിളിൻ്റെ മകൻ കാർത്തിക്. പണ്ട് അങ്കിൾ വരുമ്പോൾ മിക്കപ്പോഴും അവനും ഉണ്ടാകുമായിരുന്നു കൂടെ. പരസ്പരം അധികം സംസാരിക്കാറില്ലെങ്കിലും പലപ്പോഴും മീകൾ തമ്മിൽ ഇടയാറുണ്ടായിരുന്നു. തൻ്റെ മീകളിൽ അവൻ്റെ മീകൾ കൊരുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മീകൾ പറിച്ചെടുത്ത് തിരിഞ്ഞു നടക്കുന്ന അവനെ ഒരു കൗതുകത്തോടെയാണ് എന്നും നോക്കി കണ്ടിട്ടുള്ളത്. പലപ്പോഴും താൻ അറിയാതെ തന്നെ നോക്കുന്ന അവനെ താൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടങ്ങളിലും പ്രവൃത്തികളിലും തന്നെ ഇഷ്ടമാണെന്ന് പോലും തോന്നിയിട്ടുണ്ട്. അതിന് തെളിവ് നൽകുന്നതായിരുന്നു കോളേജിലെ ദിനങ്ങൾ. അവൻ അവിടെ PGക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ശ്രീലക്ഷ്മി അവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ശേഷം പലപ്പോഴും അവൻ്റെ നോട്ടം അവളെ തേടിയെത്തിയിരുന്നത് അവൾ അറിഞ്ഞിരുന്നു. അതിലൊക്കെയും നിറഞ്ഞു നിന്നിരുന്നത് അവന് തന്നോടുള്ള പ്രണയമല്ലായിരുന്നോ? കാർത്തിക്കിൻ്റെ അച്ഛൻ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തിക്കിനെയും അവൻ്റെ അച്ഛനെയും വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. വീട്ടിലെ ആർക്കും പ്രത്യേകിച്ച് ഒരു വെറുപ്പും അവനോടുള്ളതായി ഇതുവരെയും തോന്നിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ആരെയും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത അച്ചമ്മയ്ക്ക് പോലും അവനെ ഒരുപാട് ഇഷ്ടമുള്ളതായി തോന്നിയിട്ടുണ്ട്. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? എല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണല്ലോ മാറി മറിഞ്ഞത്. ഓർക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. എല്ലാവർക്കും അവനെ വലിയ കാര്യമായതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടം അറിയുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് അവൾ കരുതിയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നീരജിൻ്റെ ആലോചന വരുന്നത്. പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കാൻ അച്ഛന് താല്പര്യമില്ലായിരുന്നെങ്കിലും നീരജിൻ്റെ ജോലിയും അവന് സ്വന്തമായിരിക്കുന്ന സ്വത്തുക്കളുടെ കണക്കും കേട്ടപ്പോൾ അച്ചമ്മയ്ക്കായിരുന്നു ഏറെ ഉത്സാഹം. അച്ചമ്മ പിരികയറ്റാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനും കല്യാണത്തിനു വേണ്ടി ഉത്സാഹിച്ചു തുടങ്ങിയത്. ഒറ്റ മോനായിരിക്കുന്ന അവൻ്റെ സ്വത്തുക്കളെല്ലാം തനിക്കും കൂടി ഉള്ളതാണെന്ന് അവർ സ്വപ്നം കണ്ടു തുടങ്ങി. അവർ വന്ന് പെണ്ണ് കണ്ടുപോയ അന്ന് തന്നെ അച്ഛനോട് പറഞ്ഞതാണ് കാർത്തിക്കിനോട് തനിക്കുള്ള ഇഷ്ടം. എന്നാൽ ആ കണ്ണുകളിൽ ഇതുവരെ അവനോട് കണ്ടിരുന്ന വാത്സല്യത്തിന് പകരം മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ അവിടെ നിറഞ്ഞു വരുന്നത് ഒരു പേടിയോടെയാണ് താൻ നോക്കിക്കണ്ടത്. തൻ്റെ ഉള്ളിൽ ഒരിക്കലും പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം അവൻ വേരിറങ്ങിപ്പോയെന്ന് അച്ഛന് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് അച്ഛൻ അച്ഛൻ്റെ ചിന്തകളുടെ കെട്ടുകളും അഴിക്കാനായി തുടങ്ങിയത്. പണ്ട് തങ്ങളെക്കാൾ കൂടുതൽ ബിസിനസ്സും സമ്പത്തും ഉള്ളവരായിരുന്നു കാർത്തിക്കിൻ്റെ അച്ഛൻ. എന്നാൽ ഒരു നിമിഷം മതിയായിരുന്നു അതെല്ലാം നഷ്ടപ്പെടാൻ. ആ നഷ്ടത്തിൽ നിന്നുമുണ്ടായ ചെറിയ ചെറിയ ബാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂട്ടുകാരൻ്റെ വളർച്ചയിൽ അസൂയ മൂത്ത തൻ്റെ അച്ഛനടക്കം കുറച്ചുപേർ ചെയ്ത വിശ്വാസവഞ്ചനയിൽ നഷ്ടമായതാണ് കാർത്തിക്കിൻ്റെ അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളുമെന്ന് അപ്പോഴും ശ്രീലക്ഷ്മി അറിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ചിലർ അങ്ങനെയാണ്. ഒന്നുമില്ലാതെ ആകുമ്പോൾ സഹതാപം പറഞ്ഞും കള്ളക്കണ്ണീർ ഒഴുക്കിയും എപ്പോഴും കൂടെയുണ്ടെന്ന പോലെ അങ്ങ് ചേർത്ത് പിടിച്ചു നിൽക്കും. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും വലുത്. എല്ലാവരും സ്വാർത്ഥരായി തീരുകയും ചെയ്യും. പക്ഷേ അത്രയും കാലം അവനെ ചേർത്ത് പിടിച്ച മാധവൻ തന്നെ തൻ്റെ മകൾക്ക് അവനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചു. ഒന്നുമില്ലാത്തവനെന്നും അഷ്ടിക്ക് വകയില്ലാത്തവനെന്നും പറഞ്ഞ് അവനെ തരം താഴ്ത്തുമ്പോൾ അവളുടെ നെഞ്ച് പൊട്ടിപ്പോയിരുന്നു. നല്ല പയ്യനാണ്, ഗുരുത്വമുള്ളവനാണെന്ന് പറഞ്ഞ അച്ഛൻ്റെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. തന്നെ ഒരിക്കലും അവന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു. അതിന് പിരികേറ്റിക്കൊണ്ട് അമ്മയും അച്ഛമ്മയും കൂടി അച്ഛൻ്റെ കൂടെ നിന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയത് ശരിക്കും താനായിരുന്നു. അവനെയും നീരജിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു പിന്നീടുള്ള സംഭാഷണങ്ങളെല്ലാം എന്ന് മനസ്സിലായപ്പോൾ എല്ലാ പ്രതീക്ഷകളും അറ്റു തുടങ്ങുകയായിരുന്നു. പിന്നീട് എപ്പോൾ തന്നെ കാണുമ്പോഴും അച്ചമ്മയ്ക്കായിരുന്നു കൂടുതൽ ദേഷ്യം. ഒരു നിമിഷം അച്ചമ്മയ്ക്കാണോ കല്യാണം ആലോചിക്കുന്നത് എന്ന് വരെ തോന്നിപ്പോയി. അത്ര കണ്ട് അച്ചമ്മ നീരജിനെ പൊക്കി പറയുമായിരുന്നു. നല്ല പയ്യനാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവൻ്റെ സ്വത്തുക്കളുടെ അളവ് പറയാനായിരുന്നു അച്ചമ്മയ്ക്ക് താല്പര്യം.
അത്രയ്ക്കിഷ്ടമായെങ്കിൽ അച്ചമ്മയോട് തന്നെ കെട്ടിക്കോളാൻ പറയാൻ നാവ് ചലിച്ചെങ്കിലും അതെല്ലാം ഒരു നെടുവീർപ്പിനാൽ അടക്കി പിടിക്കുകയായിരുന്നു. അമ്മയ്ക്ക് പിന്നെ അച്ഛനും അച്ചമ്മയും പറയുന്നതായിരുന്നു വേദവാക്യം. താൻ എന്ന മകളെ മനസ്സിലാക്കാൻ അമ്മ ശ്രമിക്കുമ്പോഴേക്കും അച്ചമ്മ അമ്മയുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ചു കഴിഞ്ഞിരുന്നു. അതിൽ പിന്നെ അമ്മയ്ക്കും കാർത്തിക്കിനേക്കാൾ താല്പര്യം നീരജിനെയായിരുന്നു. നീരജിൻ്റെ സമ്പത്തിൻ്റെ മുൻപിൽ കാർത്തിക്കിൻ്റെ സ്വഭാവ നന്മയും സ്നേഹവുമെല്ലാം കടലിൽ കായം കലക്കിയ പോലെയായി മാറിയിരുന്നു. തന്നോട് അവൻ അധികം സംസാരിക്കാറില്ലെങ്കിലും ഒരു മോള് മാത്രമുള്ള തൻ്റെ അമ്മയ്ക്കും അച്ഛനും അവൻ സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു. അച്ഛൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന അത്രയും ദിവസം ഒരു മകനില്ലാത്തതിൻ്റെ പോരായ്മ അവൻ അറിയിച്ചിരുന്നില്ല. അന്ന് അവനെ അത്രമേൽ ചേർത്ത് നിർത്തി ഇവൻ എൻ്റെയും മകനാണെന്ന് അങ്കിളിനോട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് താനായിരുന്നു. അപ്പോൾ എൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ അതേ പുഞ്ചിരി അവൻ്റെ ചൊടികളിലും താൻ കണ്ടിരുന്നു. അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ അവനെ ഇഷ്ടമില്ലാതെ ആയത്? തനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴോ, അതോ നീരജിൻ്റെ സ്വത്തുക്കളുടെ മുൻപിൽ അവൻ ഒന്നുമില്ലാത്തതായതുകൊണ്ടോ? എന്നാൽ അതിനുശേഷം തനിക്ക് അവനെ കാണാനുള്ള എല്ലാ അവസരങ്ങളും അവർ ഇല്ലാതാക്കി. തൽക്കാലം തന്നെ പുറത്തേക്ക് എവിടെയും പോകാൻ അനുവദിക്കാതെ ആ വീട്ടിനുള്ളിൽ തന്നെ തളച്ചിട്ടു. അവനില്ലാത്ത ഒരു ജീവിതം തനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്തതായിരുന്നു. അതിനേക്കാൾ കൂടുതൽ താൻ കണ്ടിരുന്ന സ്വപ്നങ്ങളിലെ അവനു പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് എന്നതായിരുന്നു തന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. അതിനുശേഷം റൂമിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടേയില്ല. കഴിയുന്നതും റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. എപ്പോഴും ഒരു ഭ്രാന്തിയെപ്പോലെ റൂമിൽ തന്നെ അടച്ചിരിക്കുന്ന അവളെ കാണെ അവളോട് പലർ പല രീതിയിലും സംസാരിച്ചു നോക്കി. വീട്ടിലെപ്പോഴും കയറി നടക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തവൻ തൻ്റെ മോളെ കയറി പ്രേമിച്ചു കളയുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. അതിൻ്റെ പേരിൽ വീണ്ടും അവനെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. തനിക്ക് അവനോടുള്ള ഇഷ്ടം അവനും അറിഞ്ഞിരുന്നെന്ന് അറിയാമെങ്കിലും ഇതുവരെ രണ്ടുപേരും അതിനെപ്പറ്റി തുറന്നു സംസാരിച്ചിരുന്നില്ല. എന്നിട്ടും എല്ലാ തെറ്റും അവൻ്റെ മാത്രം എന്ന രീതിയിൽ അവരൊക്കെയും പറയുന്നത് കേട്ടു നിൽക്കാനായില്ല. വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളാത്തവൻ എന്നുകൂടി അവനെ പറയുന്നത് കേട്ടതും തൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. തൻ്റെ നോട്ടം അവനെ തേടിയെത്തുമ്പോൾ നോട്ടം പറിച്ചെടുത്ത് തന്നിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന ആ പാവത്തിൻ്റെ മുഖമായിരുന്നു മനസ്സ് നിറയെ. ഇഷ്ടം തോന്നിയത് തനിക്ക് മാത്രമാണെന്നും അവൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും ഇനിയും ആ പാവത്തിനെ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ കുറ്റപ്പെടുത്തല്ലേ എന്നും പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. അത് കേട്ടതും അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നേരിയൊരാശ്വാസം വന്ന് നിറയുന്നതുപോലെ അവൾക്ക് തോന്നി. എന്നാൽ അച്ചമ്മയുടെ മുഖം അപ്പോഴും കടന്നൽ കുത്തിയതുപോലെ കനത്തു തന്നെയിരുന്നു. എപ്പോഴും അച്ഛൻ്റെ കൂടെ ഒരു മകനെ പോലെ നടന്നതല്ലേ? എന്നിട്ടും എങ്ങനെ തോന്നി അവനെ ഇതുപോലെയൊക്കെ പറയാൻ? ഞാനല്ലേ സ്നേഹിച്ചത്? ഞാനല്ലേ തെറ്റ് ചെയ്തത്? അപ്പോൾ എന്തിനാ എല്ലാവരും അവനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? തറയിലേക്കിരുന്നു കൊണ്ട് പദം പറഞ്ഞു കരയുന്ന അവളെ കാണെ അയാൾക്കൊരു നിമിഷം കാർത്തിക്കിനെ ഓർത്ത് കുറ്റബോധം തോന്നി. പക്ഷേ വിവാഹത്തോട് ഒട്ടും താല്പര്യം കാണിക്കാതെ ഇരുന്ന തന്നെ കാണാൻ ഒരു ദിവസം കാർത്തിക് വന്നു. താൻ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച പുതിയൊരു അടവായിരുന്നു അത്. ഒരു വൈകുന്നേരം കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴാണ് വാതിലിൽ ഒരു മുട്ടു കേട്ടത്. പതിവ് പോലെ തന്നെ ഉപദേശിക്കാനായി വീട്ടിലെ ആരെങ്കിലും വന്നതാവുമെന്ന് കരുതി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെ വാതിൽ അടച്ചിട്ടില്ല എന്ന് മറുപടി കൊടുത്തു. വാതിൽ തുറന്നകത്തേക്ക് കയറിയതും കാർത്തിക് കാണുന്നത് കട്ടിലിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ശ്രീലക്ഷ്മിയെയാണ്. ഒരു നിമിഷം അവൻ്റെ ഹൃദയതാളം കൂടുന്നതായി അവന് തോന്നി. താൻ ഇത്രയും കാലം മനസ്സിൽ തൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന തൻ്റെ പ്രാണൻ തന്നിൽ നിന്നും നഷ്ടപ്പെടുന്നതുപോലെ. ശ്രീ! വാതിലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് തന്നെ അവൻ പതിയെ വിളിച്ചു. അവൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഹൃദയമൊന്നു നിന്നു പോയതുപോലെ അവൾക്ക് തോന്നി. അതുവരെയും ഇറുക്കി അടച്ചു പിടിച്ചിരുന്ന കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു. അപ്പോഴും അവളുടെ ഞെട്ടൽ മാറിയിരുന്നില്ല. ഒരനക്കവുമില്ലാതെ അതേപടി കിടക്കുന്ന അവളെ കണ്ടിട്ടാണ് അവൻ വീണ്ടും വിളിച്ചത്. ശ്രീ! വീണ്ടും അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചതും അവൾ ഓടി വന്നവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. തന്നെ ഇറുക്കി പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കരയുന്ന അവളെ കാണെ അവൻ്റെ ഹൃദയത്തിൽ ആരോ ഒരു കത്തി കുത്തി ഇറക്കുന്നത് പോലെ അവന് തോന്നി. അവൾ വല്ലാതെ കോലം കെട്ടുപോയിരിക്കുന്നതായി അവന് തോന്നി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. കുറേ കരഞ്ഞതിനാലാവണം കൺതടങ്ങൾ വീർത്തിട്ടുണ്ട്. കവിളിലെയും മറ്റും ചുവപ്പ് പാടുകൾ കണ്ടപ്പോൾ തൻ്റെ സ്നേഹത്തിനു വേണ്ടി അവൾ ഏറ്റുവാങ്ങിയ വേദനയാണതെന്ന് അവന് മനസ്സിലായി. വല്ലാത്തൊരലിവോടെ അവൻ അവളെ ഒന്ന് നോക്കി. ഒരു ചില്ലുപാത്രം വീണുടയുന്നത് പോലെ ഹൃദയം കഷ്ണങ്ങളായി നുറുങ്ങുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം എല്ലാം മറന്ന് അവളെ ഒന്ന് അണച്ചു പിടിക്കണമെന്ന് അവന് തോന്നി.
ഹൃദയം ഒരു 100 ആവർത്തി അവളെ ചേർത്തു പിടിക്കാൻ പറയുമ്പോൾ യാന്ത്രികമായി തന്നെ അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിക്കുവാൻ ഉയർന്നു വന്നു. പക്ഷേ അപ്പോഴാണ് ഇന്നലെ അവളുടെ അച്ഛൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവന് ഓർമ്മ വന്നത്. മാന്യമായ രീതിയിലാണെങ്കിൽ പോലും അയാൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് അവന് മനസ്സിലായിരുന്നു. തൻ്റെ മകളുടെ മുൻപിൽ നല്ലൊരു ഭാവി വന്നു നിൽക്കുമ്പോൾ അതിനു തടസ്സമായി ഒരിക്കലും കടന്നു ചെല്ലരുത് എന്നയാൾ പറയുമ്പോൾ ഹൃദയം 100 നുറുങ്ങുന്ന വേദന അവൻ അറിഞ്ഞിരുന്നു. തൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ നീരജിനെ ഉയർത്തി കാണിക്കുവാനും അയാൾ മറന്നിരുന്നില്ല. എന്നെ അയാളുടെ മകൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പക്ഷേ ഒന്നുമില്ലാത്ത തനിക്ക് അവളെ തരാൻ കഴിയില്ലെന്നും അയാൾ തീർത്തു പറഞ്ഞു. ഏതൊരു മാതാപിതാക്കളും തൻ്റെ മക്കളുടെ നല്ല ഭാവിയല്ലേ ആഗ്രഹിക്കൂ. അതുകൊണ്ട് താൻ അവളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകണം. അവളെക്കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി അയാൾ പറയുമ്പോൾ ജീവനോടെ തീയിൽ വീണ അവസ്ഥയിലായിരുന്നു അവൻ. അവൾക്കു മാത്രമല്ല തനിക്കും അവളെ ഇഷ്ടമാണെന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നിയെങ്കിലും ഒരു നേരിയ ചിരിയിൽ അവൻ അതെല്ലാം ഒതുക്കി. അപ്പോഴും കണ്ണിമ വെട്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞോളാം അങ്കിൾ, അവളെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നയാൾക്ക് വാക്കു കൊടുക്കുമ്പോൾ അവളെ മാത്രമല്ലായിരുന്നു അവനെ കൂടി കൊല്ലുകയായിരുന്നു അവൻ ആ നിമിഷം. പരസ്പരം മൗനങ്ങളാൽ പ്രണയിച്ചു കൊണ്ടിരുന്ന 2 ഹൃദയങ്ങൾ നിശ്ചലമാകാൻ പോവുകയാണെന്ന് അവന് തോന്നി. അങ്കിളിന് കൊടുത്ത വാക്ക് ഓർമ്മ വന്നപ്പോൾ അവളെ ചേർത്തു പിടിക്കാൻ ഉയർന്നു വന്ന അവൻ്റെ കൈകളെ അവൻ ശ്വാസിച്ചു നിർത്തി. കണ്ണുകൾ അമർത്തി അടയ്ക്കുമ്പോൾ കണ്ണീരൊലിച്ചിറങ്ങുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു കൈകൊണ്ട് അത് അമർത്തി തുടച്ച് ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു. ശേഷം പതിയെ അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. ശ്രീ, നീ എന്തൊക്കെയാ അങ്കിളിനോട് ഈ പറയുന്നത്? നമ്മൾക്കിടയിൽ ഒരിക്കലും ഇതുവരെയും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഇതുവരെയും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് നീ എന്നെ സ്നേഹിച്ചത് എന്ന് എനിക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ നിനക്ക് ഒരു വാക്കും തന്നിട്ടില്ല, മോഹിപ്പിച്ചിട്ടുമില്ല. ഇനി നിനക്ക് അങ്ങനെ തോന്നാൻ തക്കവണ്ണം എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാം. സോറി, എനിക്കൊരിക്കലും നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല. വെറുതെ അങ്കിളിനെയും വീട്ടുകാരെയും ഒന്നും വെറുപ്പിക്കരുത്. അവർ പറയുന്നത് പോലെ അവർ കാണിച്ചു തരുന്ന നിനക്ക് പറ്റിയ എല്ലാം തികഞ്ഞ ഒരാളെ തന്നെ നീ വിവാഹം കഴിക്കണം. ഒന്നുമില്ലാത്ത എന്നെ സ്നേഹിച്ചു വെറുതെ ജീവിതം നശിപ്പിക്കരുത്. അതുകൊണ്ട് നല്ല കുട്ടിയായി അവർ പറയുന്നത് അനുസരിക്കണം. അവസാനത്തേക്കെത്തുമ്പോൾ അവൻ്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അപ്പോഴും ശില കണക്കെ നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. അവൻ ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും മുഖം പൊയ്ത്തി പൊട്ടിക്കരഞ്ഞിരുന്നു. കള്ളം പറയാ നീ, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. എല്ലാവർക്കും വേണ്ടി വെറുതെ നീ മറച്ചു വെക്ക എല്ലാം. പറ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറ, ഒരു തവണയെങ്കിലും പറ കാർത്തി. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടിക്കൊണ്ട് പറഞ്ഞു. കാർത്തിക്കിന് ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. നീ പറഞ്ഞത് സത്യ, എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരിഷ്ടം. അങ്ങനെ ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കതിന് പറ്റില്ലടി. നീയല്ലേ എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞ് അവളെ ചേർത്തു പിടിക്കാൻ തന്നോട് പറയുന്ന ഹൃദയത്തെ അവൻ ശ്വാസിച്ചു നിർത്തി. തൻ്റെ ജീവിതത്തോട് ഒരിക്കലും അവളെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ലെന്ന് അവൻ പറയുമ്പോഴും അവൻ്റെ മിഴികളിലെ നീർത്തിളക്കം അവൾ കാണുന്നുണ്ടായിരുന്നു. ഏറെ നേരം അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നീർത്തിളക്കം അവൻ്റെ നിസ്സഹായതയാണെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം അവനും തന്നെ സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവന് പുറമെ മനസ്സിലാക്കിയിരുന്നത് അവൾ മാത്രമായിരുന്നു. ഇതുവരെ തന്നെ കാണുമ്പോൾ തിളങ്ങിയിരുന്ന ആ കണ്ണുകളിൽ ഇന്ന് വല്ലാത്തൊരു ദയനീയത നിറഞ്ഞു നിൽക്കുന്നത് അവൾ ഒരു നോവോടെ നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം അവൻ നോക്കി നിന്നു. ശേഷം വീട്ടുകാർ പറയുന്ന കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവൻ പുറത്തേക്കിറങ്ങി നടന്നു. പുറകിൽ നിന്ന് കാർത്തി എന്ന് വിളിച്ചു കരയുന്ന അവളുടെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഹൃദയം അവൾക്കരികിലേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ അവൻ പുറത്തേക്കിറങ്ങി വണ്ടിയും എടുത്തുകൊണ്ട് പോയി. അവൻ പോകുന്നതും നോക്കി ജീവനറ്റ ഒരു ശവം പോലെ അവൾ ആ ജനലോരത്ത് തന്നെ ഏറെ നേരം നിന്നു. വണ്ടി ഓടിക്കുമ്പോഴും കണ്ണുനീർ അവൻ്റെ കാഴ്ചയെ പാതി മറച്ചു വെച്ചുകൊണ്ടിരുന്നു. പുറംകൈയാൽ അത് തുടച്ചു നീക്കുമ്പോഴും വീണ്ടും അവ അതിശക്തിയിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവനൊന്ന് ഉറക്കെ പൊട്ടിക്കരയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവാതെ അവൻ നേരെ പോയത് അവൻ്റെ വീട്ടിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. വൈകുന്നേരമായപ്പോഴേക്കും വെയിലേറ്റ് ചൂടുപൊള്ളിക്കിടന്ന പാറയുടെ ചൂട് മാറി അവിടം ഒരു തണുപ്പ് നിറഞ്ഞിരുന്നു.
അവളെ തനിക്ക് കിട്ടിയില്ലെങ്കിൽ തൻ്റെ മനസ്സിലെ ഈ ഭാരം ഒരു കരച്ചിൽ കൊണ്ടൊന്നും ഒരിക്കലും മാറില്ലെന്ന് അവൻ അറിയുമായിരുന്നെങ്കിലും തൊണ്ടയിൽ തികട്ടി വന്ന ആ സങ്കടത്തെ അവനൊന്ന് പൊട്ടിക്കരഞ്ഞ് ഒഴുക്കിക്കളയണമായിരുന്നു. കുറച്ചു നേരം കരഞ്ഞതും അവൻ പതിയെ ആ പാറയിലേക്ക് മലർന്നു കിടന്നു. യാത്ര പറഞ്ഞു പോകുമ്പോൾ സൂര്യൻ തൻ്റെ വർണ്ണങ്ങളെല്ലാം ആകാശത്ത് വാരി വിതറി ആ സായം സന്ധ്യയെ അതിമനോഹരമാക്കിയിരുന്നു. എന്നാൽ അതൊന്നും ആസ്വദിക്കുവാൻ അവന് തോന്നിയില്ല. ദൂരേക്ക് കൂടണയാൻ പോകുന്ന പക്ഷിക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ തന്നിൽ നിന്നും പാറിപ്പറന്ന് മറ്റൊരുവൻ്റെ കൂട്ടിലേക്ക് അണയാൻ പോകുന്ന തൻ്റെ പെണ്ണിനെയായിരുന്നു അവൻ ഓർമ്മ വന്നത്. അവൻ്റെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ ആ കണ്ണീര് അവൻ്റെ ചെവിത്തട്ടിന് പിറകിൽ ഒരു സാഗരം തന്നെ തീർത്തിരുന്നു. അപ്പോഴേക്കും ഉള്ളം തീച്ചൂളയിൽ എന്ന പോലെ വെന്തുരുകുമ്പോഴും തനിക്കൊരിക്കലും അവളോട് ഇഷ്ടം തോന്നിയിട്ടില്ല എന്നാണ് അവൻ എല്ലാവരോടും പറഞ്ഞത്. തൻ്റെ ഉള്ളിലെ വേദന ആരും അറിയാതിരിക്കാൻ ഒരു ചെറിയ ചിരി അവൻ എപ്പോഴും ചൊടികളിൽ കൃത്രിമമായി വരുത്തിയെടുത്തു. കാർത്തിക്കില്ലാത്തൊരു ജീവിതത്തെ ഓർത്ത് ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ നീരജിനോടൊത്തുള്ള ജീവിതത്തെക്കുറിച്ചോർത്ത് അവൾ ഏറെ ഭയന്നിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നീരജിൻ്റെ തനി സ്വഭാവം അവൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. നിശ്ചയം കഴിഞ്ഞ ഒരു ദിവസം അവൻ്റെ ഒരു കോൾ അച്ഛൻ്റെ ഫോണിലേക്ക് വന്നു. അവളുടെ സ്ഥലത്തു നിന്നും കുറച്ചു മാറി അവനുണ്ടെന്നും വീട്ടിലേക്ക് വന്നാൽ അവളെ കുറച്ചു നേരത്തേക്ക് തൻ്റെ കൂടെ വിടാമോ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു ആ കോൾ. അതീവ വിനയത്തോടെ അവൻ അത് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അയാൾ സമ്മതിച്ചു. നീരജ് വരുമെന്നും അവൻ്റെ കൂടെ കുറച്ചുനേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോര് എന്നുകൂടി അയാൾ പറയുമ്പോൾ അവൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ അച്ഛനെ ഒന്ന് നോക്കി. അവൻ ഇപ്പോൾ ഇങ്ങെത്തും, വേഗം ഒരുങ്ങാൻ നോക്ക് എന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾക്കാകെ ദേഷ്യം കൊണ്ട് വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. തന്നെ ആരും മനസ്സിലാക്കാത്തതിലുള്ള പരിഭവവും ദയനീയതയും ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നു. കാർത്തിക്കിന് പോലും തന്നെ വേണ്ട, അവൻ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവർ? അവളുടെ ചുണ്ടിൽ പുച്ഛത്തോടെയുള്ള ഒരു ചിരി വിരിഞ്ഞു. ആ പുച്ഛം തന്നോട് തന്നെ ആയിരുന്നു. എങ്കിലും അതിൽ നിറഞ്ഞു നിന്നത് അത്രയും അവളുടെ നെഞ്ചിലെ വേദന കൂടിയായിരുന്നു. അവൻ വന്നതും വലിയ ചമയങ്ങൾ ഒന്നുമില്ലാതെ സാധാ ഒരു ചുരിദാറും ഇട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി വരുന്ന അവളെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇതെന്തു കോലമാണെന്ന് പറഞ്ഞ് അച്ചമ്മ ശകാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഒന്നും പറയാതെ അങ്ങനെ തന്നെ നിന്നു. അവൾ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിലും അച്ഛനോടും അച്ചമ്മയോടും അമ്മയോടുമൊക്കെ അതീവ വിനയത്തോടെ സംസാരിക്കുന്ന അവൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. യാതൊരു ചമയങ്ങളുമില്ലാതെ തന്നെ അതീവ സുന്ദരിയായി അവൻ അവളെ തോന്നി. കാറിൻ്റെ അടുത്തേക്ക് അവൻ നടക്കുമ്പോൾ അവളും അവൻ്റെ പിന്നാലെ നടന്നു. അവളുടെ മുഖത്ത് യാതൊരു വികാരങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അവൻ അവളെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. കാറിലെ പ്രണയഗാനത്തിനോട് ചേർന്ന് അവൻ സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടിലെ മൂളിപ്പാട്ട് അവൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. കാറിൽ നിന്നും കേൾക്കുന്ന പ്രണയഗാനം അവളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അതിലെ ഓരോ വരിയിലും നിറഞ്ഞു നിൽക്കുന്നത് കാർത്തിക്കാണെന്ന് അവൾക്ക് തോന്നി. പതിയെ കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിൽ ചാരിക്കിടക്കുമ്പോൾ കാർത്തിക് എന്ന ഒരുവനിലേക്ക് മാത്രം ശ്രീയുടെ ഹൃദയം ചാഞ്ഞുകൊണ്ടിരുന്നു. മെയിൻ റോഡിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് കാർ തിരിഞ്ഞതൊന്നും അവൾ അറിയുന്നേയില്ലായിരുന്നു. അധികം ആളനക്കമൊന്നുമില്ലാത്ത ഒരു വഴിയായിരുന്നു അത്. റോഡിനിരുവശവും വലിയ വാഗമരങ്ങൾ വരിവരിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവ റോഡിലേക്ക് ചുവന്ന വാഗപ്പൂക്കൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് കയ്യിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ സ്വപ്നലോകത്തു നിന്നും ഞെട്ടിയുണർന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ടൗണിൽ നിന്നും ഒത്തിരി ദൂരെയാണെന്ന് അവൾക്ക് തോന്നി. ഇത്രയും നേരം താൻ അവനെന്ന മാന്ത്രിക ലോകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നല്ലോ എന്ന് അവൾ കൗതുകത്തോടെ ഓർത്തു. അപ്പോഴാണ് തൻ്റെ കൈമേൽ ചേർത്തിരിക്കുന്ന നീരജിൻ്റെ കൈകളെ അവൾ കണ്ടത്. ആ കൈകൾക്കിടയിൽ നിന്നും തൻ്റെ കൈകളെ മോചിപ്പിക്കുമ്പോൾ അവൻ എന്ത് കരുതുമെന്ന് പോലും അവൾ ഓർത്തിരുന്നില്ല. പക്ഷേ അവൻ ഒന്ന് ഞെട്ടിയിരുന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ തൻ്റെ നോട്ടം അവളെ ഒത്തിരി അസ്വസ്ഥമാക്കുന്ന പോലെ അവൾ തല വെട്ടിക്കുന്നത് അവൻ കണ്ടിരുന്നു. ആദ്യമായിട്ടുണ്ടാകുന്ന ചമ്മലാണെന്നാണ് അവൻ ആദ്യം കരുതിയത്. എന്നാൽ അവൻ പതിയെ എല്ലാം ഓർത്തെടുത്തു. പെണ്ണ് കാണാൻ ചെന്ന അന്നു മുതൽ ഇന്നുവരെ തന്നോട് യാതൊരു താല്പര്യവുമില്ലാതെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന അവളുടെ മുഖമാണ് അവൻ ഓർമ്മ വന്നത്. അവൻ വീണ്ടും അവളോട് ചേർന്നിരുന്ന് അവളുടെ തോളിലൂടെ കൈ ചേർത്തതും അവൾ ആ കൈ തട്ടിമാറ്റി. അവളുടെ മുൻപിൽ അവൻ വല്ലാതെ ചൂളിപ്പോയതുപോലെ അവന് തോന്നി. ശേഷം അവൻ നേരെ ഇരുന്ന് ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. അവൾ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു.
എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവളുടെ അധരങ്ങളിലേക്ക് അവൻ അധരങ്ങൾ ചേർത്തത്. അവൾ ഒരു ഞെട്ടലോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ ശക്തിയോടെ അവളുടെ അധരങ്ങളെ നുണഞ്ഞു കഴിഞ്ഞിരുന്നു. നാവുകൾ തമ്മിൽ കെട്ടിപ്പിണയാൻ തുടങ്ങിയതും അവൾ അവനെ മുഴുവൻ ശക്തിയും എടുത്ത് പുറത്തേക്ക് തള്ളിയിരുന്നു. അവളുടെ പ്രവൃത്തി അവൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാലും ആ ചുംബനത്തിൻ്റെ മാസ്മരികതയിൽ നിന്നും അവൻ പുറത്തു വന്നിട്ടില്ലായിരുന്നു. അവൻ വീണ്ടും അവളിലേക്ക് അടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾ അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തത്. അവളുടെ മുഖം വിയർപ്പുതുള്ളികളാൽ നിറഞ്ഞിരുന്നു. ചുവന്നു കലങ്ങിയ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരും ഒലിച്ചിറങ്ങി. അവളുടെ കത്തുന്ന നോട്ടത്തിൽ അവനൊന്ന് പതറി. ശേഷം അവൾ പതിയെ പുറത്തേക്ക് തിരിഞ്ഞിരുന്നു. അവൻ ഒന്നും പറയാതെ വണ്ടിയെടുത്തു. എങ്കിലും തൻ്റെ മുഖത്തടിച്ചവളെ ചുട്ടരിക്കാനുള്ള ദേഷ്യം അവൻ അറിയുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണോ എന്നവൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അവൾ കത്തുന്ന നോട്ടത്തോടെ അവനെ ഒന്ന് നോക്കി. വീട്ടിൽ വന്ന് വണ്ടി നിർത്തിയതും അവൾ ഒന്നും പറയാതെ നേരെ റൂമിൽ കയറി വാതിലടച്ചു. അവളുടെ പോക്ക് എല്ലാവരും ഒന്ന് നോക്കി നിന്നിരുന്നു. അവൻ വരുത്തി തീർത്ത ഒരു ചിരിയോടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവരും അവനെ അങ്ങനെ തന്നെ യാത്രയാക്കി. അന്ന് രാത്രി തന്നെ അവൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് അവൾ എല്ലാവരോടും പറയുമ്പോൾ അവരൊക്കെയും അവളെ പകച്ചു നോക്കി. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ തൊടാൻ താൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലെന്ന് കൂടി അവൾ പറയുമ്പോൾ അച്ചമ്മ അവളെ ചുഴിഞ്ഞു നോക്കി. പിന്നെ കെട്ടാൻ പോകുന്നവനൊന്ന് തൊട്ടു എന്ന് വെച്ച് ആകാശമൊന്നും പൊട്ടി വീഴാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അച്ചമ്മ അതൊരു വിഷയമേ അല്ലാത്ത രീതിയിൽ അകത്തേക്ക് കയറിപ്പോയി. പോകുമ്പോൾ അവളെ ഒന്ന് കനപ്പിച്ച് നോക്കാനും മറന്നിരുന്നില്ല. അച്ഛനും അമ്മയും ഈ കല്യാണം മുടക്കാനുള്ള അവളുടെ ഒരടവ് മാത്രമായി അതിനെ കണ്ടു. എത്ര കാലുപിടിച്ച് പറഞ്ഞിട്ടും അവർ ഈ കല്യാണം തന്നെ നടക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവൾ തീർത്തും തളർന്നു പോകുകയായിരുന്നു. തന്നെ ആരുമൊന്നും മനസ്സിലാക്കുന്നു പോലുമില്ലല്ലോ എന്ന സങ്കടം അവളെ പാടെ തളർത്തി. അതിനുശേഷം നീരജിൻ്റെ നോട്ടങ്ങളിൽ പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പെണ്ണിൻ്റെ ശരീരത്തോടുള്ള വെറും ഒരു ആസക്തി മാത്രമായിരുന്നു. അപ്പോഴൊക്കെയും അവൾ വെറുപ്പോടെ തല വെട്ടിച്ചു കളയും. ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിക്കുമെന്ന് അവൾ ആശങ്കപ്പെട്ടു. ഒരുപക്ഷെ കല്യാണത്തിന് ശേഷം താൻ അവനെ അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങുമായിരുന്നിരിക്കാം. എന്നാൽ ഇനി ഒരിക്കലും അവനെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കാൻ തനിക്കാവില്ല എന്ന സത്യം അവൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരുന്നു. ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് വലിയൊരു നിശ്വാസത്തോടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് പന്തലിലൂടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്ന കാർത്തിക്കിനെയാണ്. പാചകപ്പുരയിലും പന്തലിലുമായി അവൻ വളരെയേറെ തിരക്കിലായിരുന്നു. എല്ലാ വേദനകളും സ്വയം ഒതുക്കി അവൻ പുറമേ അഭിനയിക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. വേദനയുടെ തീരാനോവിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും തൻ്റെ അച്ഛൻ ഒരു മകനെപ്പോലെ താങ്ങായി നിൽക്കുന്ന അവനെ അവൾ ഒരു നോവോടെ നോക്കി നിന്നു. അന്ന് രാത്രി അവൾക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. നാളെ കൂടി കഴിഞ്ഞാൽ തൻ്റെ മേൽ അവകാശം പറയുന്ന നീരജിനെ അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നതല്ലായിരുന്നു. മരിച്ചു കളയാൻ തോന്നുമ്പോഴും തൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടേയിരുന്നു. താൻ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ അവർ തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ ഹൃദയം നൊന്തു. ചിന്തകളുടെ വലിയൊരു ഭാണ്ഡക്കെട്ടുമായി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളെ നിദ്ര തിരിഞ്ഞു നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതം ഇനി എന്താകുമെന്നുള്ള ചോദ്യചിഹ്നവുമായി അവൾ പതിയെ കട്ടിലിലേക്ക് ചായുമ്പോൾ അങ്ങ് ദൂരെ നീരജ് വാതിൽ ചാരി പുറത്തിറങ്ങിയിരുന്നു. വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പുറകിൽ നിന്നും അമ്മ അവനെ വിളിക്കുന്നത്. ഈ രാത്രി നീ എവിടെ പോവുകയാണെന്ന അമ്മയുടെ ചോദ്യത്തിനു മുൻപിൽ തൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് ഉടനെ വരാമെന്ന കള്ളം പറഞ്ഞിറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഒരു മൂളിപ്പാട്ടോടെ വണ്ടി മുന്നോട്ട് ഓടുമ്പോൾ അവൻ്റെ ഉള്ളിൽ തൻ്റെ കാമുകിയുടെ ആരെയും മയക്കാൻ പാകത്തിലുള്ള ശരീരമൃദുലത മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. സ്വാന്തനം എന്ന് മനോഹരമായി എഴുതിവെച്ച ഗേറ്റിനു മുൻപിൽ അവൻ്റെ വണ്ടി ചെന്നു നിന്നു. അവൻ ചുറ്റുമൊന്നു നോക്കി. അടുത്ത വീടുകളിലെല്ലാം ലൈറ്റ് അണഞ്ഞിരുന്നു. ഫോൺ എടുത്ത് അപ്പു എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവൻ്റെ കോൾ കാത്തിരുന്ന പോലെ ഫസ്റ്റ് റിങ്ങിൽ തന്നെ അവൾ കോൾ എടുത്തു. ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ അവൻ പതിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വണ്ടി തള്ളിക്കയറ്റി. കുറച്ചു മാറി മതിലിനോട് ചേർന്ന് അത്യാവശ്യം ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവൻ അവൻ്റെ വണ്ടി ഒതുക്കി വെച്ചു. അവൻ നടന്ന് സിറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൾ വന്ന് വാതിൽ തുറന്നിരുന്നു. വാതിൽ തുറന്നു വന്ന അവളെ അവൻ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൻ്റെ ചുയിനുള്ള നോട്ടം അവളുടെ ദേഹത്തേക്കാണെന്ന് കണ്ടതും അവളുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു. ഒരു വെള്ള നൈറ്റ് ഗൗൺ ആയിരുന്നു അവളുടെ വേഷം. അതിൽ അവളുടെ ശരീരത്തിൻ്റെ ആകൃതി വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. അവനെ പിടിച്ചകത്താക്കി അവൾ വേഗം വാതിലടച്ചു.
ഞാൻ തന്ന ഉറക്കഗുളിക നീ അവർക്ക് കൊടുത്തില്ലേ? അവളുടെ അരയിലൂടെ കൈ ചേർത്തുകൊണ്ട് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. കൊടുത്തു. പാലിൽ കലക്കിയാ കൊടുത്തത്. എന്നാൽ ഇനി ഒന്നും പേടിക്കാനില്ല. ഇനി അവരെ നാളെ നോക്കിയാൽ മതി. അവൻ അതും പറഞ്ഞ് അവളെയും കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചു. അപ്പോൾ എങ്ങനെയാ, നമുക്ക് കലാപരിപാടിയിലേക്ക് കടന്നാലോ? അവൻ ഒരു വഷളൻ ചിരിയോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ പതിയെ ബെഡിനരികിലേക്ക് നടന്നു. ശേഷം കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൻ ഒരു ചിരിയോടെ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഇത് അപ്പു എന്ന അപർണ, നീരജിൻ്റെ കൂടെ പഠിച്ചതാണ്. ഒരിക്കൽ നീരജിൻ്റെ അമ്മ തന്നെ ഇവരെ രണ്ടുപേരെയും കൈയോട് പിടിച്ചതാണ്. അതിനുശേഷമാണ് അപർണയുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ച് ഈ കല്യാണം കഴിപ്പിച്ചത്. പിന്നീട് കുറച്ചു കാലം കോണ്ടാക്റ്റ് ഒന്നുമില്ലായിരുന്നു. പിന്നെ അപ്പുവിൻ്റെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയതിനു ശേഷമാണ് അവർ തമ്മിൽ വീണ്ടും അടുത്തത്. ഇപ്പോൾ രാത്രിയിലെ ഈ കലാപരിപാടി സ്ഥിരമായിട്ട് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അവളുടെ ഹസ്ബൻഡ് ഒന്നും അറിയാതെ അവൾക്കും കുടുംബത്തിനും വേണ്ടി വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു. അവൻ ഒറ്റ മകനായതുകൊണ്ട് അവൻ്റെ അമ്മയുടെ കൂടെയാണ് അപ്പു താമസിക്കുന്നത്. ആ അമ്മയെയാണ് അവളിപ്പോൾ ഉറക്കഗുളിക കൊടുത്ത് ഉറക്കിക്കിടത്തിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 4-5 കൊല്ലമായെങ്കിലും കുട്ടികളില്ല. ലീവിന് വരുമ്പോൾ ഒക്കെയും അവൾ അബോഷൻ്റെ ഗുളിക കുടിച്ചുകൊണ്ട് അവൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെയും ഇല്ലാതെയാക്കി. അവളുടെ ആഗ്രഹം നീരജിൻ്റെ കുഞ്ഞിനെ തന്നെ ആദ്യം പ്രസവിക്കണമെന്നാണ്. ഇത്തവണ ഹസ്ബൻഡ് വരുമ്പോൾ എന്തായാലും അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്ന് അവളും നീരജും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് അപ്പു ചോദിച്ചതൊക്കെയും ശ്രീലക്ഷ്മിയെക്കുറിച്ചായിരുന്നു. കല്യാണം കഴിച്ചാലും അവളുമായി യാതൊരു ബന്ധവും ഉണ്ടാകരുതെന്നും അവളുടെ ശരീരത്തിൽ പോലും തുടരുതെന്നും അവൾ അവന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ശരിക്കും ഈ കല്യാണം പോലും അപ്പുവും നീരജും കൂടിയെടുത്ത തീരുമാനമായിരുന്നു. നീരജിൻ്റെ അമ്മ വീട്ടിൽ കല്യാണം ആലോചിച്ചു തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് സംശയമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിക്കാൻ അപ്പു തന്നെയാണ് പറഞ്ഞത്. എങ്കിൽ മാത്രമേ ഈ കള്ളക്കളി തുടർന്നു പോകാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിച്ചപ്പോൾ നീരജിനും മനസ്സിലായി. അങ്ങനെയാണ് നീരജ് ശ്രീലക്ഷ്മിയുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പു ശ്രീലക്ഷ്മിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് അവളുടെ അധരങ്ങളിൽ താൻ തൻ്റെ അധരങ്ങൾ കോർത്തു വെച്ചതാണ്. ഒരു ചിരി അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞു വന്നെങ്കിലും അവൻ അത് അപ്പു കാണാതെ മറച്ചുവെച്ചു. ശേഷം അപ്പുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഒരു ചിരിയോടെ സമ്മതിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് വീണ്ടും അമർന്നു. അപ്പോഴും ശ്രീലക്ഷ്മിയുടെ ശരീരവടിവും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. അന്ന് വസ്ത്രത്തിൻ്റെ മറ പോലുമില്ലാതെ നീരജും അപ്പുവും ബെഡിൽ കിടന്നു മറിയുമ്പോൾ ദൂരെ ശ്രീലക്ഷ്മിയുടെ മുറിയിൽ അവൾ ഉറക്കം വരാതെ കണ്ണും തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ എപ്പോഴോ ആണ് ശ്രീലക്ഷ്മി ഒന്ന് ഉറങ്ങിയത്. ഉത്സാഹം ഏതുമില്ലാതെയാണ് രാവിലെ അവൾ ഉണർന്നതെങ്കിലും തനിക്ക് നേരെ ചിരിക്കുന്ന മുഖങ്ങൾക്ക് മുൻപിൽ അവളും ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ടിരുന്നു. വൈകുന്നേരം റിസപ്ഷൻ തുടങ്ങുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വന്ന് അവളെ ഒരുക്കിയിരുന്നു. ചമയങ്ങളൊന്നുമില്ലാതെ തന്നെ അവൾ സുന്ദരിയാണെങ്കിലും ബ്യൂട്ടീഷ്യൻ്റെ കരവിരുതിൽ അവൾ അതീവ സുന്ദരിയായി മാറി. അവൾക്കായി ഒരുക്കിയ സ്റ്റേജിൽ അവൾ വന്നിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തിരഞ്ഞതത്രയും കാർത്തിക്കിനെ ആയിരുന്നു. പല ആവശ്യങ്ങൾക്കുമായി സ്റ്റേജിനരികിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന കാർത്തിക്കിനെ അവൾ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും അവൻ്റെ ഒരു നോട്ടം പോലും തനിക്ക് നേരെ വരുന്നില്ല എന്ന് അവൾ ഒരു നോവോടെ ഓർത്തു. പാർട്ടിക്ക് വന്നവരോടൊപ്പം ക്യാമറാമാന് മുൻപിൽ നിൽക്കുമ്പോൾ മാത്രം അവൾ ചിരിച്ചെന്ന് വരുത്തി. തൻ്റെ വീട്ടുകാരല്ലാതെ എല്ലാവരും കരുതിയത് വീട് വിട്ടു പോകുന്നതിനുള്ള വിഷമമാണ് തനിക്കെന്നാണ്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ തനിക്ക് നേരെ നീണ്ടുവരുന്ന അവൻ്റെ നോട്ടങ്ങൾ താൻ കാണുമ്പോഴേക്കും അവൻ അത് മാറ്റിയിരുന്നു. എങ്ങനെയൊക്കെയോ പരിപാടി കഴിയുന്നതുവരെ പിടിച്ചിരുന്നു. ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും അവൾ അവനെ തന്നെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അറവുമാടിന് അവസാനമായി കൊടുക്കുന്ന ആഹാരം പോലെ അവൾക്കത് തോന്നി. ഫുഡ് കഴിച്ചു വരുമ്പോഴാണ് അവനെ അവൾ കാണുന്നത്. അവൻ്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കുറച്ചു നേരം തമ്മിൽ നോക്കി നിന്നതും അവൻ പതിയെ തിരിഞ്ഞു നടന്നു. വല്ലാത്തൊരു വിങ്ങലോടെ അവൻ പോകുന്നതും നോക്കി അവൾ നിന്നു. പൊട്ടി വന്ന കരച്ചിൽ അമർത്തിപ്പിടിച്ച് റൂമിലേക്ക് ഓടുന്ന അവളെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അയാൾക്ക് തൻ്റെ തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയോ എന്ന് തോന്നിപ്പോയി. വേറൊന്നുമല്ല, നീരജിൻ്റെ പ്രവൃത്തി തന്നെയായിരുന്നു അതിന് കാരണം. ചെക്കൻ്റെ വീട്ടിലേക്ക് പോയ അന്ന് അവൻ്റെ അമ്മാവന്മാർ സ്ത്രീധനത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. 101 പവനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അത് കേട്ടപ്പോൾ തന്നെ അയാൾക്കൊരു വല്ലായ്മ തോന്നിയിരുന്നു. തനിക്കുള്ളതെല്ലാം തൻ്റെ മകൾക്കാണ്. അത് അവൾക്ക് കൊടുക്കുന്നതിൽ അയാൾക്ക് ഇഷ്ടക്കേടുമുണ്ടായിരുന്നില്ല.
എന്നാൽ അവരത് ചോദിച്ചു വാങ്ങുമ്പോൾ അയാൾക്കത് വല്ലാത്തൊരു മനപ്രയാസമുണ്ടാക്കിയിരുന്നു. അമ്മാവന്മാരല്ലേ ചോദിച്ചത്, നീരജ് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു അയാൾ അതുവരെയും സമാധാനിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു അവൻ്റെ കോളും വന്നത്. അമ്മാവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നു. അമ്മാവന്മാരെ ഒരിക്കലും താൻ ധിക്കരിച്ചിട്ടില്ല. ഞാൻ അച്ഛനോട് സ്ത്രീധനം ചോദിക്കുകയല്ല. എങ്കിലും അമ്മാവന്മാരെ വെറുപ്പിക്കാതിരിക്കാൻ അച്ഛൻ അത് തരണം. കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ ആവശ്യമുള്ളപ്പോൾ അത് അങ്ങോട്ടേക്ക് തന്നെ തരാമെന്നും അവൻ കൂട്ടിച്ചേർത്തു. അവൻ അത് പറയുമ്പോൾ അവനും പറയാതെ തന്നെ പറയുന്നത് സ്ത്രീധനം വേണമെന്ന് തന്നെയായിരുന്നു. അത് അയാൾക്കും മനസ്സിലായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് പാചകപ്പുരയിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഒരു കസേരയിൽ ഇരിക്കുമ്പോഴാണ് ദൂരെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന കാർത്തിക്കിനെ അയാൾ കാണുന്നത്. എന്തോ ഓർമ്മയിൽ അവിടേക്ക് നടക്കുമ്പോൾ അയാൾ കാണുന്നത് കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്ന കാർത്തിക്കിനെയാണ്. ഒരു നിമിഷം അയാൾ ഒന്ന് ഞെട്ടിപ്പോയി. ഇടർച്ചയോടെ അയാൾ അവനരികിലേക്ക് നടക്കുമ്പോൾ അയാളുടെ നോട്ടം ചെന്നെത്തിയത് അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കായിരുന്നു. അതിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ അയാൾ വർദ്ധിച്ച നെഞ്ചിടിപ്പോടെയാണ് കണ്ടുനിന്നത്. ആ ഫോട്ടോയിലൂടെ വിരലോടിച്ചുകൊണ്ട് തന്നെ അവൻ കണ്ണൊന്നടച്ചു പിടിച്ചു. ഫോണിൻ്റെ സ്ക്രീനിൽ നിന്നും വരുന്ന വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുനീരൊലിച്ചിറങ്ങുന്നത് അയാൾ കണ്ടിരുന്നു. പിന്നീട് ഒന്നും പറയാതെ അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ അയാളും അറിയുകയായിരുന്നു തൻ്റെ മകൾ അവനെ സ്നേഹിച്ചതുപോലെ അവനും അവളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു എന്ന്. പരസ്പരം പറയാതെയുള്ള ആ മൗന പ്രണയത്തെ വല്ലാത്തൊരു നെഞ്ചിടിപ്പോടെയാണ് അയാൾ അറിയാൻ ശ്രമിച്ചത്. അത്രയേറെ സ്നേഹിച്ചിട്ടും തന്നെ വിഷമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം തൻ്റെ മകളെ അവൻ വിട്ടു തന്നിരിക്കുന്നു. ഒരു നോവോടെ അയാൾ ഓർത്തു. ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അങ്കിൾ. ശ്രീക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു തിരുത്തിക്കോളാം എന്ന് പറയുന്ന അവൻ്റെ മുഖം അയാളുടെ മുന്നിൽ തെളിവോടെ നിറഞ്ഞു വന്നു. രണ്ടു മനസ്സുമായിട്ടാണ് അന്ന് അയാൾ ഉറങ്ങാൻ ചെന്നത്. കിടന്നിട്ടും പക്ഷേ ഉറക്കം വരുന്നില്ല. അയാൾ പതിയെ എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ മുറിയിൽ ചെന്ന് വാതിലിൽ തട്ടി. ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മി വേഗം വന്ന് വാതിൽ തുറന്നു. അച്ഛനെ മുന്നിൽ കണ്ടതും അവൾ കാണാത്തതുപോലെ തിരിഞ്ഞു നടന്നു. അയാൾ അവൾക്ക് നേരെ നടന്ന് അവളുടെ പിറകിൽ ചെന്നു നിന്നു. ശേഷം പതിയെ അവളുടെ തലയിൽ തലോടുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ഒരു ഞെട്ടലോടെ അവൾ അയാളെ നോക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അയാൾ അവളുടെ കവിളിൽ തട്ടി. എല്ലാം ശരിയാകും, സമാധാനത്തോടെ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ അയാളെ കൗതുകത്തോടെ ഒന്ന് നോക്കി. എന്നാൽ അയാൾ പലതും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ആ രാത്രി. അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നോർത്തു. പക്ഷേ ഇന്നലെ വരെ ആ കണ്ണുകളിൽ കണ്ട ഭാവമല്ല ഇന്നവിടെയെന്ന് അവൾക്ക് തോന്നി. പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ എന്നോർത്തുകൊണ്ട് അവൾ പതിയെ കട്ടിലിലേക്ക് ചാഞ്ഞു. അന്ന് ആ 3 മനുഷ്യർക്കും ഉറക്കമെന്നത് അന്യമായിരുന്നു. എന്നാൽ നീരജ് എന്നത്തെയും പോലെ അപ്പുവിനോടൊപ്പം അവൻ സുന്ദരമെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ആ പ്രണയബന്ധത്തിലായിരുന്നു. മറ്റൊരുവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവളുടെ ശരീരത്തിൽ തൻ്റെ കൈകൾ കരവിരുതുകൾ നടത്തുമ്പോൾ നാളെ താൻ മറ്റൊരുവളുടെ കഴുത്തിൽ താലി ചാർത്താൻ പോവുകയാണെന്ന യാതൊരു ബോധവും നീരജിനുണ്ടായിരുന്നില്ല. യാതൊരു കുറ്റബോധവുമില്ലാതെ അവൻ അപ്പുവിൻ്റെ മേൽ പടർന്നു കയറിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് ശ്രീലക്ഷ്മി നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു. ഇന്നലെ രാത്രി അച്ഛൻ വന്നു പോയതിന് അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ തോന്നിയിരുന്നു. എങ്കിലും പൂർണ്ണമായും പ്രതീക്ഷിക്കാനുള്ള വകയും ഉണ്ടായിരുന്നില്ല. ആരുടെയോ സന്തോഷങ്ങൾക്ക് വേണ്ടി വേഷം കെട്ടിയാടുന്ന ഒരു കളിപ്പാവയെ പോലെ അവൾ ബ്യൂട്ടീഷ്യന് മുമ്പിൽ നിന്നുകൊടുത്തു. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അവൾ ആരെയും മയക്കുന്ന തരത്തിൽ അതീവ സുന്ദരിയായിരുന്നു. ചുവന്ന കല്യാണസാരിയിൽ സ്വർണ്ണാഭരണങ്ങൾ കൂടിയായപ്പോൾ അവളുടെ ഭംഗി ഒന്നുകൂടി കൂടിയിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുമ്പോൾ അവൾ അയാളെ ഒന്ന് നോക്കി. ആ നോട്ടം തൻ്റെ നെഞ്ചിലാണ് ചെന്ന് പതിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മുഹൂർത്തത്തിനുള്ള സമയമാവാറായിരുന്നു. പക്ഷേ അപ്പോഴും വരനും കൂട്ടരും എത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവരിലും ഒരു ആശങ്കയ്ക്ക് കാരണമായി. എന്താ മാധവ ഇത്, മുഹൂർത്തത്തിനുള്ള സമയമാവാറായല്ലോ, പക്ഷേ അവരിതുവരെയും എത്തിയില്ലല്ലോ, എവിടെ എത്തിയെന്ന് വിളിച്ചു നോക്ക്. കാർന്നോമാരിൽ ഒരാൾ പറഞ്ഞതും അയാൾ വേഗം അവനെ വിളിച്ചു നോക്കി. അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും കോൾ എടുക്കുന്നില്ല. 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും എടുക്കാതെ ആയപ്പോൾ അയാൾ അവൻ്റെ അമ്മാവനെ വിളിച്ചു നോക്കി. അവരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സിൽ വല്ലാത്തൊരാശങ്ക നിറഞ്ഞു വന്നു. അതേ ആശങ്ക തന്നെയായിരുന്നു മറ്റുള്ളവരുടെ മുഖത്തും കണ്ടിരുന്നത്. അപ്പോഴേക്കും വീടിൻ്റെ പല ഭാഗത്തു നിന്ന് അടക്കം പറച്ചിലുകൾ ഉയർന്നു തുടങ്ങിയിരുന്നു. അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരങ്ങൾ റൂമിൽ നിന്ന് ശ്രീലക്ഷ്മിയും കേൾക്കുന്നുണ്ടായിരുന്നു.
എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും ചെറുക്കൻ്റെ വീട്ടുകാർ എത്തിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നിമിഷം അവർ മുഹൂർത്തത്തിന് എത്തല്ലേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് മാധവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അയാൾ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. മറുഭാഗത്തു നിന്നുമുള്ള വാർത്ത അയാൾ ഒരു വിറയലോടെയാണ് കേട്ടുനിന്നത്. അയാളുടെ ഭാവം കണ്ടതും ശ്രീലക്ഷ്മിയുടെ അമ്മാവൻ വന്ന് ആ ഫോൺ വാങ്ങി. ശേഷം കാതോട് ചേർത്തു. വിവരങ്ങളെല്ലാം ചോദിച്ചറിയുമ്പോൾ അയാളും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കല്യാണച്ചെറുക്കന് വേറൊരു പെണ്ണിൻ്റെ കൂടെ അവളുടെ ഭർത്താവ് തന്നെ കൈയോടെ പിടിച്ചെന്ന് പറയുമ്പോൾ പലരും മൂക്കത്തും താടിയിലും കൈവച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരുത്തനെയാണോ നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ പലരുടെ മുഖത്തും വന്നു നിറയുന്ന പുച്ഛം മാധവൻ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയി എന്ന് അയാളുടെ ഹൃദയം അലമുറയിട്ടുകൊണ്ടിരുന്നു. അയാൾക്ക് ശ്രീലക്ഷ്മിയെ ഓർത്ത് വല്ലാതെ വേദന തോന്നി. അത് കല്യാണം ഒഴിഞ്ഞുപോയതിലല്ല, പകരം ഇങ്ങനെ ഒരുത്തന് തൻ്റെ മകളെ ഇന്ന് കൈപിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നോർത്തായിരുന്നു. ഇന്നലെ രാത്രിയോടെ ഉറപ്പിച്ചതാണ് തൻ്റെ മകളെ ഒരിക്കലും നീരജിനെ പോലൊരുത്തന് കൊടുക്കില്ല എന്ന്. സ്ത്രീധനം ചോദിച്ചതിൻ്റെ ശേഷം മാനസികമായി അവനോടെന്തോ ഒരകൽച്ച തോന്നിയിരുന്നു. തൻ്റെ മകൾക്ക് കണ്ടറിഞ്ഞു തന്നെ താൻ അവൾക്ക് വേണ്ടതൊക്കെയും കൊടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തെല്ലാം നാം കേൾക്കുന്നു. പണത്തിൻ്റെ അളവ് എപ്പോഴെങ്കിലും കുറയുമ്പോൾ അതിനനുസരിച്ച് അവൻ്റെ സ്നേഹവും കുറയുമോ എന്ന് പേടിച്ചിരുന്നു. സ്നേഹം കുറയുമ്പോഴാണല്ലോ അത് വേറെ പലതിലും കൊണ്ടെത്തിക്കുന്നത്. ഇന്നലെ കാർത്തിക്കിന് അവളോടുള്ള സ്നേഹം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഇനി എന്ത് വന്നാലും അവളെ കാർത്തിക്കിന് മാത്രമേ കൊടുക്കൂ എന്ന്. കാരണം അയാൾക്കെന്നും അവളെ ജീവനോടെ കാണണമായിരുന്നു. അപ്പോഴും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവനിങ്ങനെ ഒരു മുഖംമൂടിയുണ്ടെന്ന്. പലവട്ടം അവൾ പറഞ്ഞതാണ് അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന്. പക്ഷേ അന്ന് കല്യാണം മുടക്കാനുള്ള അവളുടെ അടവായി മാത്രമേ അതിനെ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ട് തെറ്റുപറ്റിയത് മകൾക്കല്ല തങ്ങൾക്കാണെന്ന്. അവൻ ശരിയല്ലെന്ന് തൻ്റെ കാലു പിടിച്ച് പറയുന്ന ശ്രീലക്ഷ്മിയുടെ മുഖം അയാളുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന അവളുടെ ഹൃദയം അന്ന് എത്രമാത്രം വേദനിച്ചു കാണും എന്നയാൾ ഓർത്തു. അതിലുപരി അങ്ങനെ ഒരുത്തൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് കരുതി അവൾ ഒരുപാട് പേടിച്ചിട്ടുണ്ടാവില്ലേ? ഓർക്കുമ്പോൾ അയാളുടെ നെഞ്ചു പിടഞ്ഞു. അതുവരെ നീരജിനെ പറ്റി പൊക്കി പറഞ്ഞിരുന്ന അച്ചമ്മയുടെ നാവ് പിന്നെ പൊന്തിയതേയില്ല. ഒന്നും പറയാനില്ലാത്തവണ്ണം കുറ്റബോധം കൊണ്ട് അവരുടെ തല കുനിഞ്ഞു പോയിരുന്നു. ശ്രീലക്ഷ്മിയുടെ അമ്മ അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് എല്ലാവരും ശ്രീലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും അച്ചമ്മയ്ക്കുമല്ലാതെ മറ്റാർക്കും അവൾക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്തായിരുന്നു എല്ലാവരുടെയും ടെൻഷൻ. എന്നാൽ ആരോ പറഞ്ഞിതറിഞ്ഞ ശ്രീലക്ഷ്മി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അപ്പോൾ തൻ്റെ പ്രാർത്ഥന കേട്ട ദൈവങ്ങളോട് അവൾ കരഞ്ഞുകൊണ്ട് ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പോഴും കാർത്തിക്കിനെക്കുറിച്ച് അവളുടെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും നീരജിൻ്റെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെട്ടല്ലോ എന്ന സമാധാനം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അപർണയ്ക്കൊരു സർപ്രൈസ് ആവുമെന്ന് കരുതിയാണ് അവളുടെ ഹസ്ബൻഡ് ഹരി പറയാതെ നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അയാളുടെ മനസ്സ് അപ്പുവിനരികിലേക്ക് എത്തുവാൻ വെമ്പുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പൂസ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുമ്പോൾ ഹരിയുടെ മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പാറി നടക്കുന്നുണ്ടായിരുന്നു. കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും നുണഞ്ഞുകൊണ്ട് നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞതും വായിൽ രക്തത്തിൻ്റെ രസം അവരറിഞ്ഞു തുടങ്ങിയിരുന്നു. നന്നായി ശ്വാസം വിലങ്ങിയതും അവൻ അവളുടെ അധരങ്ങളെ തൻ്റെ അധരങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. ഒരു കിതപ്പോടെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചതും രണ്ടുപേരും വീണ്ടും വീണ്ടും ഒരു ചുംബനത്തിനായി ഒരുങ്ങി. വീണ്ടും അധരങ്ങൾ തമ്മിൽ കോർക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അലസമായി അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ആ ചുംബന മധുരത്തിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് അപ്പുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ശബ്ദം കേട്ടതും ദേഷ്യത്തോടെ അവൾ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഹരി എന്ന പേര് കണ്ടതും ഒന്ന് ഞെട്ടി. അവന് ഞെട്ടലിനേക്കാൾ കൂടുതൽ ആ ഫ്ലോ അങ്ങ് പോയതിനുള്ള ദേഷ്യമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവനോട് മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് അപ്പു കോൾ അറ്റൻഡ് ചെയ്തു. ഒന്നും സംഭവിക്കാതെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതുപോലെ അവൾ ഉറക്കച്ചടവ് വരുത്തിക്കൊണ്ട് അവനോട് സംസാരിച്ചു തുടങ്ങി. അവളുടെ ശബ്ദം കാതിൽ അലച്ചു വന്നതും ഹരിയുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിര് നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വെറുതെ വിളിച്ചതാണെന്ന് പറഞ്ഞ് ഹരി ഫോൺ വെക്കുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ ഞെട്ടുന്ന അവളുടെ മുഖഭാവമോർത്ത് അവനൊന്ന് ചിരിച്ചു. ഫോൺ വെച്ചുകൊണ്ട് അപ്പു നീരജിനെ നോക്കുമ്പോൾ അവൻ്റെ മുഖം ആകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ടു. ഹരിയോടുള്ള തൻ്റെ കൊഞ്ചൽ അവന് ഇഷ്ടമായിട്ടില്ലെന്ന് അപ്പുവിന് തോന്നി.
ഇത് വെറും കൊഞ്ചലല്ലേ, ഇതില്ലെങ്കിൽ ഹരിക്ക് ഡൗട്ട് അടിക്കുമെന്ന് പറയുമ്പോൾ നീരജ് ഒന്നും മിണ്ടിയില്ല. ഇത് വെറും സംസാരമല്ലേ, പ്രവൃത്തി മുഴുവൻ എൻ്റെ നീരജിൻ്റെ അടുത്താണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനിലേക്ക് വീണ്ടും ചായുമ്പോൾ അവൻ്റെ മുഖമൊന്ന് അയഞ്ഞു വന്നു. സ്വാന്തനം എന്നെഴുതി വച്ചിരിക്കുന്ന ഗേറ്റിന് മുൻപിൽ വണ്ടി നിർത്തുമ്പോൾ ഹരിയുടെ മനസ്സ് ഈ ലോകത്തൊന്നുമല്ല എന്ന് അവന് തോന്നി. ടാക്സിക്കാരന് പൈസ കൊടുത്തുകൊണ്ട് അവൻ അയാളെ പറഞ്ഞു വിട്ടു. പതിയെ ഗേറ്റ് തുറക്കുമ്പോൾ അത് ലോക്കല്ലെന്ന് അവന് മനസ്സിലായി. അത് കണ്ടതും അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ലോക്ക് ചെയ്യാൻ മറന്നുപോയതാവുമെന്ന് അവൻ കരുതി. അപ്പോഴും തൻ്റെ പ്രിയ പത്നിയെ സംശയിക്കാൻ ആ പാവത്തിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കോളിംഗ് ബെൽ അടിക്കാൻ പോകുമ്പോഴാണ് ദൂരെ മാറി മതിലിനോട് ചേർന്ന് എന്തോ ഒന്നിരിക്കുന്നതായി അവന് തോന്നിയത്. ഹരി പതിയെ അതിനടുത്തേക്ക് നടന്നതും അതൊരു ബൈക്കാണെന്ന് അവന് മനസ്സിലായി. ഹൃദയത്തിനകത്ത് ആരോ കത്തികൊണ്ട് കുത്തിയതുപോലെ അവന് തോന്നി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അരുതാത്തതെന്തോ നടക്കുന്നതായി അവന് തോന്നി. അവൻ കോളിംഗ് ബെൽ അടിക്കാതെ പതിയെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പാചകത്തിന് മാത്രമായി പുറത്തുണ്ടാക്കിയ അടുക്കളയിലെ വാതിൽ അവനൊന്ന് തുറന്നു നോക്കി. ലോക്ക് ചെയ്യാത്തതുകൊണ്ട് ആ വാതിൽ തുറന്നു വന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവനൊരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. അത് മതിയാകാത്തതുപോലെ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് പുറത്തേക്ക് കടക്കാൻ നേരമാണ് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഗുളികയുടെ ഒരു ബോട്ടിലിരിക്കുന്നത് ഹരി കാണുന്നത്. പതിയെ അവൻ കയ്യിൽ അതെടുത്തു നോക്കുമ്പോൾ അവൻ്റെ ഹൃദയതാളം തെറ്റിത്തുടങ്ങിയിരുന്നു. അത് ഉറക്ക ഗുളികയാണെന്ന് മനസ്സിലായതും ഒരു ഞെട്ടലോടെ അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ അവൻ്റെ മുറിയുടെ ജനലിനോരം ചെന്ന് നിൽക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. തൻ്റെ അമ്മയെ ഉറക്കിക്കിടത്തി അവിഹിത ബന്ധത്തിലേർപ്പെടുന്ന അവളെ അത്യധികം അറപ്പോടെയും വെറുപ്പോടെയും അവൻ ഓർത്തു. കുറച്ചു മുൻപ് വിളിച്ചപ്പോൾ പോലും അവളുടെ സംസാരത്തിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. തന്നോട് കൊഞ്ചിക്കൂ എന്നതെല്ലാം മറ്റൊരുത്തൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ടാണല്ലോ എന്നോർത്തതും അവളെയും അവനെയും ഒറ്റ കുത്തിൽ കൊല്ലുവാനുള്ള ദേഷ്യം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പോയി കോളിംഗ് ബെൽ അടിച്ചു. അത് കേട്ടതും അപ്പുവും നീരജും ഒരു നിമിഷം ഞെട്ടിയിരുന്നു. ആരായിരിക്കും വന്നിരിക്കുക എന്ന ചിന്തയോടൊപ്പം ബോധമില്ലാതെ ഉറങ്ങുന്ന അമ്മയും അവളുടെ പേടിക്ക് ആക്കം കൂട്ടി. നീരജിനെ പിന്നാമ്പുറത്തുകൂടെ ഇറക്കി വിടാമെന്ന ധൈര്യത്തിൽ അവൾ അടുക്കളയിലേക്ക് നടന്നതും അടുക്കള പുറത്തുനിന്നും ലോക്കായിരുന്നു. അരുതാത്തതെന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്ന ഞെട്ടലിൽ അപ്പുവും നീരജും ഒന്ന് ഞെട്ടിവിറച്ചു. ആരായിരിക്കും പുറത്തുനിന്ന് ലോക്ക് ചെയ്തത് എന്ന ചിന്ത അവർ രണ്ടുപേരെയും ആകെ ഉലച്ചു കളഞ്ഞിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം വീണ്ടും കേട്ടതും അവൾ പതിയെ അവനെ അടുക്കളയിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. തന്നെ കാണുമ്പോഴുള്ള ഈ ഒരു ഞെട്ടൽ കാണുവാൻ അത്രയേറെ ആശിച്ചു കൊതിച്ചു വന്നതാണ് താൻ. പക്ഷേ അവളുടെ എല്ലാ ചതിയും അറിഞ്ഞുകൊണ്ട് അവളുടെ ഞെട്ടൽ കാണുമ്പോൾ അവൻ അവളുടെ മുഖം നോക്കിയൊന്ന് കൊടുക്കുവാൻ തോന്നി. അവൾ ഹരി എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഇതുവരെ കാണാത്തതിലുള്ള പരിഭവം തീർക്കുന്ന പോലെ വെറുതെ കള്ളക്കണ്ണീരൊഴുക്കി. വീണിടത്ത് കിടന്നുരുളുക എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ. അവൻ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി മുന്നിലെ ഡോർ ലോക്ക് ചെയ്ത് അമ്മയുടെ റൂമിലേക്ക് നടന്നു. ഉറക്ക ഗുളികയുടെ ശക്തിയിൽ ബോധമില്ലാതെ ഉറങ്ങുന്ന അമ്മയെ അവൻ നോവോടെ ഒന്ന് നോക്കി. ശേഷം അവൻ അവൻ്റെ റൂമിലേക്ക് നടന്നു. ചുളിഞ്ഞു കിടക്കുന്ന ബെഡ്ഷീറ്റ് അവൻ്റെ ഹൃദയത്തിൽ ഒരു നോവായി കിടന്നു. പിന്നീട് നടന്നതെല്ലാം യാന്ത്രികമായിരുന്നു. മുറ്റത്തു നിന്നും അവളുടെയും അവൻ്റെയും സംസാരം കേട്ടപ്പോൾ തന്നെ അവൻ അവളുടെ വീട്ടുകാരെയും അവൻ്റെ വീട്ടുകാരെയും വിളിച്ച് അവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു. നീരജിനെയും അവളെയും കൈയോടെ പിടിക്കുമ്പോഴേക്കും അവൻ്റെയും അവളുടെയും വീട്ടുകാർ അവിടേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും പോലീസുകാരും എത്തിയിരുന്നു. അവരൊക്കെ എത്തുന്നതിനു മുന്നേ അവൻ്റെ കൈയുടെ ചൂട് നീരജിൻ്റെയും അപ്പുവിൻ്റെയും മുഖത്ത് അവൻ പകർന്നിരുന്നു. തൻ്റെ അമ്മയെ മയക്കി കിടത്തി മറ്റൊരുത്തൻ്റെ കൂടെ കിടന്ന ഇവളെ തനിക്കിനി ഭാര്യയായി വേണ്ടെന്ന് അവൻ തീർത്തു പറഞ്ഞു. ഇങ്ങനെ ഒരു മകൾ തനിക്കില്ലെന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാരും കൈയൊഴിഞ്ഞു. ഇത്രയും കാലം അവൾക്കു വേണ്ടി മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട അവനെ എല്ലാവരും ഒരു നോവോടെ നോക്കി നിന്നു. പതിഞ്ഞൊരു ചിരിയോടെ അവൻ്റെ അമ്മയുടെ നെറുകിൽ തലോടിക്കൊണ്ട് അവൻ അമ്മയ്ക്കരികിലിരുന്നു. അപ്പോഴും സംഭവിക്കുന്നതെന്തെന്നറിയാതെ ആ അമ്മ ഉറക്കത്തിൽ തന്നെയായിരുന്നു. അല്ലെങ്കിലും ആർക്കും ആരെയും എല്ലാ കാലത്തും പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഹരിയെപ്പോലെ ഒരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ. ശ്രീയെപ്പോലെ ഒരു കുട്ടിയും നീരജിനെ പോലെ ഒരുത്തൻ്റെ കയ്യിൽ അകപ്പെടാതെയും ഇരിക്കട്ടെ. പോലീസ് നീരജിൻ്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങി. ശേഷം അവൻ്റെ അമ്മയെ ഫോൺ വിളിച്ചു. തൻ്റെ മകൻ്റെ കല്യാണ ദിവസം നേരം വെളുക്കുമ്പോൾ ഫോണിലൂടെ കേട്ട വാർത്ത ആ അമ്മയുടെ നെഞ്ചുലയ്ക്കുന്നത് തന്നെയായിരുന്നു. എങ്കിലും വരാൻ പോകുന്ന പെൺകുട്ടി അവനെപ്പോലെ ഒരുത്തൻ്റെ കയ്യിൽ നിന്നും അവസാന നിമിഷമെങ്കിലും രക്ഷപ്പെട്ടതോർത്ത് ആ അമ്മ സമാധാനിച്ചു.
അച്ഛനില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതിന് നീ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ആ അമ്മ പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഈ കല്യാണം മുടങ്ങിയതിൽ തൻ്റെ മകൾക്ക് യാതൊരു വേദനയും ഉണ്ടാവില്ലെന്ന് ശ്രീയുടെ അച്ഛൻ അറിയാമായിരുന്നു. പകരം അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് അയാൾ ഓർത്തു. എങ്കിലും ഒരു നോവ് എവിടെയോ നിറഞ്ഞു നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. അതിൻ്റെ ഉത്തരമെന്നോണം തൻ്റെ മകളുടെ ഫോട്ടോയും നോക്കി ഇന്നലെ കണ്ണീരൊഴുക്കിയ കാർത്തിക്കിൻ്റെ മുഖം അയാളുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വന്നു. അല്ല മാധവ, മുഹൂർത്തമാവാറായി. വേറെ ആരെയെങ്കിലും ഇനിയിപ്പോൾ പെട്ടെന്ന് കിട്ടാന്ന് വെച്ചാ അങ്ങനെ കിട്ടിയാലും ശ്രീമോളെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കേണ്ടേ? മാധവൻ്റെ അമ്മാവൻ അത് പറഞ്ഞതും അയാൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. എന്നിട്ട് ചുറ്റും നോക്കി. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചുറ്റും കൂടി നിൽക്കുന്നവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. അയാൾ ആരെയോ തേടിയെന്ന വണ്ണം അതിലൂടെയൊക്കെ നടന്നു. അവസാനം അങ്ങ് ദൂരെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന കാർത്തിക്കിൽ ആ നോട്ടം ചെന്നു നിന്നു. അയാൾ ഇടർച്ചയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. യാതൊരു വികാരങ്ങളുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഏതോ ഒരു ബിന്ദുവിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അതൊരു നോവോടെ നോക്കി നിന്നു. അവൾ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മുഹൂർത്തമാവാനായതും അവിടെ നിന്നും മാറി നിന്നതായിരുന്നു. അയാൾ വിറയ്ക്കുന്ന കൈയോടെ അവൻ്റെ ചുമലിലേക്ക് കൈ ചേർത്തു. അവൻ ഞെട്ടിത്തിരിഞ്ഞതും കാണുന്നത് മുന്നിൽ നിൽക്കുന്ന മാധവനെയാണ്. അയാളെ അവൻ ആ സമയം അവിടെ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. കാർത്തിക് അയാൾക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണം കൂടാൻ വന്നവരൊക്കെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. അയാൾ നടന്ന കാര്യങ്ങളൊക്കെയും അവനോട് പറയുമ്പോൾ അവൻ ഒരു ഞെട്ടലോടെയാണ് അതെല്ലാം കേട്ടുനിന്നത്. തൻ്റെ കൂടെയില്ലെങ്കിലും ശ്രീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ നീരജിനെ പറ്റി അറിഞ്ഞതും അവൻ ആകെ വല്ലായ്മ തോന്നി. നീരജിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലും ഇത്തരമൊരു കാര്യം ആരും പറഞ്ഞറിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും അവനെപ്പറ്റി നല്ലതു മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഈ ഒരു രഹസ്യബന്ധം ആർക്കും അറിയില്ലായിരിക്കും. അവൻ ഒരു നോവോടെ ഓർത്തു. ഇന്നലെ രാത്രി കാർത്തിക്കിൻ്റെ അരികിൽ വന്നതും അവൻ കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ ചിത്രം ഫോണിൽ നോക്കി നിന്നതും എല്ലാം അയാൾ പറയുമ്പോൾ അവൻ ഒരു ഞെട്ടലോടെ അയാളെ നോക്കി. ഇന്നിങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലും ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാൻ തന്നെ ഉറപ്പിച്ചിരുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എല്ലാം ദൈവഹിതം. അതുകൊണ്ട് എല്ലാം മറന്ന് ഞാൻ എൻ്റെ മകളെ നിന്നെ ഏൽപ്പിക്കുകയാ. നിന്റെ കൂടെ മാത്രമേ അവൾ ഹാപ്പി ആയിരിക്കുകയുള്ളൂ. എനിക്കെൻ്റെ കുട്ടിയുടെ സന്തോഷമാണ് വലുത്. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ മറക്കണം. എന്നിട്ട് എൻ്റെ ശ്രീയെ നീ സ്വീകരിക്കണം. നീ എന്നും എനിക്കെൻ്റെ മകൻ തന്നെയല്ലടാ എന്നയാൾ പറയുമ്പോൾ അവന് നടക്കുന്നത് സ്വപ്നമാണോ അല്ലയോ എന്ന് പോലും അറിയുന്നില്ലായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മകളെ സ്വീകരിക്കാമോ എന്നയാൾ വീണ്ടും ചോദിച്ചതും അവൻ അയാളെയും ഒരു പുഞ്ചിരിയോടെ ചേർത്തു പിടിച്ചിരുന്നു. ശ്രീലക്ഷ്മിയോട് ഇതേപ്പറ്റി പറയുമ്പോൾ അവൾ ഏതോ മായാലോകത്തായിരുന്നു. ജീവിതം നശിക്കുമെന്ന് കരുതിയ ദിവസം തന്നെ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ തൻ്റെ പ്രാണനെ തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവൻ കൂടെയില്ലാത്ത നിമിഷം അവൾ ശരിക്കും ശ്വസിക്കാൻ പോലും മറന്നുപോയിരുന്നു. തന്നോടുള്ള പ്രണയം നിറച്ചുവെച്ച അവൻ്റെ നോട്ടങ്ങളെ അവൾക്ക് ശരിക്കും നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ആ മണ്ഡപത്തിലേക്ക് കയറി വരുമ്പോൾ വരൻ്റെ ഭാഗത്തിരിക്കുന്ന അവനെ അവൾ പ്രണയത്തോടെ നോക്കി. അവനും നോക്കിക്കാണുകയായിരുന്നു തൻ്റെ പെണ്ണിനെ. അവളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ പ്രസരിപ്പ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. കണ്ണുകളിൽ ആ പ്രണയം വീണ്ടും അലയടിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ കൂടെ അവളുടെ അമ്മയും അച്ഛനും കൂടെ അച്ചമ്മയും അവളുടെ ആ സന്തോഷത്തെ നോക്കിക്കണ്ടു. ആ സന്തോഷത്തിൻ്റെ ഉറവിടം കാർത്തിക്കാണെന്ന് അവർക്കറിയാമായിരുന്നു. നീരജിനോടുള്ള ദേഷ്യം കാർത്തിക്കിനോടുള്ള സ്നേഹം കൂടുതലായി അച്ചമ്മയിൽ മാറിയിരുന്നു. അച്ചമ്മയും നിറഞ്ഞ മനസ്സോടെ അവരെ അനുഗ്രഹിച്ചു. മറ്റൊരാളുടേതായി മാറുമെന്നു കരുതിയ തൻ്റെ പ്രാണൻ അങ്ങനെ തനിക്ക് സ്വന്തമായിരിക്കുന്നു. കാർത്തിക് ഒരു പുഞ്ചിരിയോടെ ഓർത്തു. ഇതുവരെ ഒന്നിനും ഉത്സാഹമില്ലാതെ നടന്നിരുന്ന കാർത്തിക്കിൻ്റെ വേദനയുടെ കാരണം ശ്രീയാണെന്ന് അവൻ്റെ അമ്മയും അച്ഛനും മനസ്സിലാക്കിയിരുന്നു ഇതിനോടകം. എന്നാൽ ഇന്നവൾ അവനിൽ വീണ്ടും ആ സന്തോഷം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. മകൻ്റെ കണ്ണിലെ നിറഞ്ഞ സന്തോഷം കണ്ട് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളും നിറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സന്തോഷവും ഏറ്റുവാങ്ങി ശ്രീയും അവൻ്റെ കാർത്തിക്കും കത്തുന്ന നിലവിളക്കിനെ സാക്ഷിയാക്കി ഒന്നായി. അന്ന് രാത്രി അവർക്കായി ഒരുക്കിയ മണിയറയിൽ പൂർണ്ണ സന്തോഷത്തോടെ അവർ രണ്ടുപേരും അലിഞ്ഞ് ഒരുടലായി ചേരുമ്പോൾ രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിലും വിലമതിക്കാനാവാത്ത പരസ്പര സ്നേഹവും വാത്സല്യവുമായിരുന്നു. അവരുടെ പ്രണയം ഇനിയും 7 നിലവിളക്കിൻ്റെ പ്രഭ പോലെ കൂടുതൽ നിറവുള്ളതാകട്ടെ.